നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മണി പ്ലാന്റും വാസ്തുവും എന്നതാണ് നമ്മുടെ വിഷയം. സമ്പത്ത് ആകർഷിക്കുവാനായി നമ്മൾ ഈ മണി പ്ലാന്റ് വീട്ടിൽ വയ്ക്കുമ്പോൾ അത് വാസ്തുവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നല്ല ഫലങ്ങളാണ് നൽകുന്നതെന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീട്ടിൽ മണി പ്ലാന്റ് വളർത്താത്തവരായി ഇന്ന് ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അപൂർവമായി ചിലർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വീടിന് ഭംഗി കൂട്ടാനും പോസിറ്റീവ് എനർജി നൽകാനും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വീടിനകത്തും മുറ്റത്തുമെല്ലാം മണി പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാറുണ്ട്. പണം ആകർഷിക്കുന്ന ചെടി എന്ന പേരിലാണ് മണി പ്ലാന്റ് അറിയപ്പെടുന്നത് തന്നെ. പലരും പറയാറുണ്ട്, ഞാൻ വീട്ടിൽ മണി പ്ലാന്റ് വെച്ചിട്ട് വർഷങ്ങളായി, നന്നായി വളരുന്നുമുണ്ട്, പക്ഷെ സാമ്പത്തികമായി യാതൊരു പുരോഗതിയുമില്ല, കടബാധ്യതകൾ കൂടുന്നതേയുള്ളൂ എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മണി പ്ലാന്റ് വെറുതെ ഒരു ഭംഗിക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പോരാ. വാസ്തുശാസ്ത്രപ്രകാരം അതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. തെറ്റായ ദിശയിലാണ് നിങ്ങൾ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിക്ക് പകരം വലിയ സാമ്പത്തിക തകർച്ചയും കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കും അസ്ഥിരാവസ്ഥയും ഒക്കെ ഉണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മണി പ്ലാന്റ് വെക്കേണ്ട കൃത്യമായ ദിശ ഏതാണ്, എവിടെയൊക്കെ വെക്കാൻ പാടില്ല, സമ്പത്ത് ഇരട്ടിയാകാൻ മണി പ്ലാന്റിൽ ചെയ്യേണ്ട ലളിതമായ വാസ്തു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നക്ഷത്രവുമെല്ലാം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്താണ് മണി പ്ലാന്റിൻ്റെ വാസ്തുശാസ്ത്രം എന്ന് തന്നെ നമുക്ക് ആദ്യമായി നോക്കാം. എന്തുകൊണ്ടാണ് മണി പ്ലാന്റിന് ജ്യോതിഷത്തിലും വാസ്തുവിലും ഇത്രയധികം പ്രാധാന്യം വരുന്നത്? ജ്യോതിഷപ്രകാരം മണി പ്ലാന്റ് ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ ഇലകൾ ബുധഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. ബുധനാണ് നമ്മുടെ ബുദ്ധി, ബിസിനസ്, വരുമാനം എന്നിവയെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ആഡംബരം, സമ്പത്ത്, സൗഭാഗ്യം എന്നിവ നൽകുന്നത് ശുക്രഗ്രഹമാണ്. വാസ്തുശാസ്ത്രത്തിൽ ഓരോ ദിശയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ദിശയും ഭരിക്കുന്നത് ഓരോ ദേവന്മാരും ഗ്രഹങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് പോലുള്ള ഊർജ്ജസ്വലമായ ഒരു ചെടി തെറ്റായ മൂലയിൽ വെക്കുമ്പോൾ ആ ദിശയിലെ പോസിറ്റീവ് എനർജി തടസ്സപ്പെടുന്നു. അത് നേരെ ബാധിക്കുന്നത് സമ്പത്തിനെയും ധനവരവിനെയും ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ഏതാണ് മണി പ്ലാന്റ് വെക്കാനുള്ള ഏറ്റവും കൃത്യമായ ദിശ? വാസ്തുശാസ്ത്രപ്രകാരം മണി പ്ലാന്റ് വെക്കുവാൻ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ വെച്ചിരിക്കേണ്ട ഏക ദിശ തെക്ക് കിഴക്ക് ദിശയാണ്. മലയാളത്തിൽ നമ്മളതിനെ അഗ്നികോൺ എന്നും പറയും. എന്തുകൊണ്ടാണ് തെക്ക് കിഴക്ക് ദിശ അഥവാ അഗ്നികോൺ എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ ശക്തമായ രണ്ട് കാരണങ്ങളുണ്ട്. ഗണപതിയുടെയും കുബേരന്റെയും സ്വാധീനം. ഈ ദിശയുടെ ദേവത വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനാണ്. തടസ്സങ്ങൾ മാറ്റുന്ന ദൈവമാണ് ഗണപതി. കൂടാതെ സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ സ്ഥാനവും ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം ശുക്രന്റെ ദിശ എന്നുള്ളതാണ്. തെക്ക് കിഴക്ക് ദിശയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെയോ തെക്ക് കിഴക്ക് മൂലയിൽ മണി പ്ലാന്റ് വെക്കുകയാണെങ്കിൽ അത് വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും വലിച്ചെടുക്കുകയും സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും ചെയ്യും. കർമ്മരംഗത്തെ വരുമാന വർധനവ് ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ പെട്ടെന്ന് ഫലം തരുന്ന ഒന്നാണ്. ഇനി ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത ദിശകൾ അത് ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ എവിടെ വെക്കണം എന്ന് അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എവിടെ വെക്കരുത് എന്ന് അറിഞ്ഞിരിക്കുന്നത്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് മണി പ്ലാന്റ് എടുത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് ഈശാന കോൺ എന്ന് പറയുന്ന ദിശയിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കാരണം വടക്ക് കിഴക്ക് ദിശയുടെ അധിപൻ വ്യാഴമാണ്. മണി പ്ലാന്റിന്റെ ഗ്രഹമായ ശുക്രനും വ്യാഴവും തമ്മിൽ ജ്യോതിഷപ്രകാരം ശത്രുഗ്രഹങ്ങളാണ്, ശത്രുതയിലാണ്. ദേവഗുരുവും അസുര ഗുരുവും. അതുകൊണ്ട് വടക്ക് കിഴക്ക് മൂലയിൽ മണി പ്ലാന്റ് വെച്ചാൽ ആ വീട്ടിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ, കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ, വഴക്ക് തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. അതൊരിക്കലും വിട്ടുമാറാതെ ആ കുടുംബത്തിനെ തകർക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും വടക്ക് കിഴക്ക് അഥവാ ഈശാന കോണിൽ മണി പ്ലാന്റ് വയ്ക്കരുത്. അതുപോലെ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശകളിലും മണി പ്ലാന്റ് വെക്കുന്നത് അത്ര നല്ല ഫലമല്ല നൽകുക.
ഇതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മാനസിക ഐക്യം ഇല്ലാതാക്കുവാൻ കാരണമാകും. കൂടാതെ ധനപരമായും കുടുംബത്തിനെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. ഇനി മണി പ്ലാന്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാനുള്ള സദ്ഫലങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇവ ഇരട്ടിക്കുവാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടി പറയാം. പ്രധാനമായിട്ട് 4 ടിപ്പുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് കൃത്യമായി ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഇലകൾ, മണി പ്ലാന്റിൻ്റെ ഇലകൾ ഒരു കാരണവശാലും താഴേക്ക് വളരരുത്. മണി പ്ലാന്റിൻ്റെ വള്ളികൾ എപ്പോഴും മുകളിലേക്ക് പടർന്ന് കയറുവാൻ അനുവദിക്കണം. അത്തരത്തിലേ നിങ്ങളിത് വയ്ക്കാവൂ. കയറോ സ്റ്റിക്കോ കൊടുത്ത്, ഒരു വടിയോ അല്ലെങ്കിൽ ഒരു കയറോ കൊടുത്ത് അതിനെ മുകളിലേക്ക് തന്നെ വളർത്തണം. മുകളിലേക്ക് വളരുന്നത് ചെടി കയറിലൂടെയോ ഒരു സ്റ്റിക്കിലൂടെയോ മുകളിലേക്ക് തന്നെ വളർന്ന് കയറുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഉണങ്ങിയ ഇലകൾ യഥാസമയം മാറ്റുക എന്നുള്ളതാണ്. മണി പ്ലാന്റിൻ്റെ ഇലകൾ മഞ്ഞ നിറമാകുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ അത് ഉടൻ തന്നെ മുറിച്ച് മാറ്റണം. ഉണങ്ങിയ ഇലകൾ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. എന്നാൽ ഇത് ഒരു കാരണവശാലും കൈകൊണ്ട് നുള്ളി പറിച്ച് കളയരുത്. ഒരു കത്രികയോ ബ്ലേഡോ ഉപയോഗിച്ച് മാത്രം മുറിച്ച് മാറ്റുക. മറ്റ് ഇലകൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ ഒരു ഭാഗത്തിനും കേടുവരാത്ത വിധത്തിൽ വേണം ഇത് ചെയ്യുവാൻ. ഇനി മൂന്നാമത്തെ കാര്യം, മണി പ്ലാന്റ് മണ്ണിൽ നടുകയാണെങ്കിൽ മൺപാത്രത്തിൽ നടുന്നതാണ് ഉത്തമം. നിങ്ങളൊരു ചെടിച്ചട്ടി വാങ്ങി അതിൽ നടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ഇനി വെള്ളത്തിലാണ് വളർത്തുന്നതെങ്കിൽ ഒരു പച്ച നിറമുള്ള കുപ്പിയിൽ വളർത്തുക. ഇത് ബുധഗ്രഹത്തിൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. ഇനി നാലാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കരുത്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലേക്ക് പല സന്ദർശകരും വരും, അതിൽ താല്പര്യം പ്രകടിപ്പിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ മുറിച്ച് ഓരോ പീസായി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ ധനച്ചോർച്ചയ്ക്ക് അത് കാരണമാകും. അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അനുവാദമില്ലാതെ മണി പ്ലാന്റ് മോഷ്ടിച്ചു കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്ന് നട്ടാലും നിങ്ങൾക്ക് നഷ്ടമേ സംഭവിക്കുകയുള്ളൂ. കാരണം മോഷ്ടിച്ചു കൊണ്ടുവരുന്ന, മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു വസ്തുവും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുകയില്ല. ഇത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു മണി പ്ലാന്റ് സ്വന്തമാക്കണം, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ വളർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങുക. അത് വിൽക്കുവാൻ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നല്ല ആരോഗ്യമുള്ള നന്നായി വളരുന്ന ഒരു മണി പ്ലാന്റിൻ്റെ ചെടി ഒരു ചെടിച്ചട്ടി സഹിതം തന്നെ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. പ്രതിഫലം കൊടുത്ത് വാങ്ങുന്ന സേവനത്തിന് ഐശ്വര്യം കിട്ടും, വെറുതെ കിട്ടുന്നതിന് അതുണ്ടാകില്ല എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ്. മണി പ്ലാന്റ് വെക്കേണ്ടുന്ന ശരിയായ ദിശ തെക്ക് കിഴക്ക് ദിശയാണ്, അഥവാ അഗ്നികോണാണ്. ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ദിശയിലേക്ക് കൊണ്ടുപോകരുത്. അവിടെ കൊണ്ടുവച്ച് വളർത്തുവാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തും. വള്ളികൾ മുകളിലേക്ക് തന്നെ വളർത്തണം. അതിനൊരു കയറോ ഒരു വടിയോ ഉപയോഗിക്കുക. ഒരിക്കലും മണി പ്ലാന്റ് തറയിൽ പടർന്ന് വളരുവാൻ അനുവദിക്കരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ചയ്ക്കിടയാകും. നിങ്ങളുടെ വീട്ടിൽ നിലവിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഏത് ദിശയിലാണ് വെച്ചിരിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. തെറ്റായ ദിശയിലാണെങ്കിൽ ഇന്ന് തന്നെ മാറ്റി അത് ശരിയായ ദിശ, അതായത് തെക്ക് കിഴക്ക് ദിശയിലേക്ക് മാറ്റി സ്ഥാപിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾക്കത് നൽകുന്ന ഫലം, സത്ഫലം എന്ന് പറഞ്ഞത് വളരെ വലുതായിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പോസിറ്റീവ് എനർജികൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നില്ല, നമ്മുടെ ഭവനത്തിൽ പണം വരുന്നില്ല, കടബാധ്യതകളിലേക്കാണ് നമ്മൾ പോകുന്നത്, വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ പ്രതിഫലം, അതായത് നല്ല ഫലം കിട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ധനപരമായ നെഗറ്റീവ് എനർജികൾ വീട്ടിൽ നിന്നും മാറിക്കിട്ടുവാനുള്ള വളരെ ഉത്തമമായ ഒരു മാർഗത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്.
അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറും, ഐശ്വര്യം വരും, പോസിറ്റീവ് എനർജി നമ്മുടെ ഭവനത്തിലേക്ക് വരും. നമ്മൾ ഇറങ്ങിപ്പോയി ചെയ്യുന്ന കൃത്യങ്ങൾക്ക് നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കും, നമ്മുടെ കുടുംബത്തിലേക്ക് ധനം ഒഴുകി വരും. അങ്ങനെ മണി പ്ലാന്റ് വയ്ക്കുക എന്നുള്ളത്, അതും ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ വളർത്തുക എന്നതിലൂടെ, അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ പോസിറ്റീവ് എനർജി വന്ന് നിറഞ്ഞ് നിങ്ങളുടെ ജീവിതം സൗഭാഗ്യകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.